അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഏവരും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണുള്ളത്. ഈ റമദാൻ മാസം കൊണ്ട് വിജയിച്ചവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാന്മാരൊക്കെ ഈ റമദാൻ മാസത്തെ എടുത്തു മുതലാക്കിയവരാണ്. അതേപോലെ നമുക്കും അതിനെ മുതലാക്കാനും, അതായത് ധാരാളം ഈ ഇബാദത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉപ്പ കരയുന്നതായി കേൾക്കാറുണ്ട്. ഉപ്പ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരയുകയായിരുന്നു. ഞാൻ 3-ാം സഫിലിരിക്കവേ എനിക്ക് ഉപ്പയുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാനിടയിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അത്രക്കും അധികം അവർ കരഞ്ഞിട്ടുണ്ട്. ഈ മാസം വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ ഈ ഒറ്റയുള്ള രാത്രികളൊക്കെ നാം ഹയാത്താക്കി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത പാപത്തെ മണ്ണറയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകേണ്ട ഈ മഹത്തായ മാസത്തെ നാം ഒരിക്കലും കളയരുത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഈ മാസത്തിൽ വിശുദ്ധ ഖുർആനെ നാം ആദരിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനെ നാം ആദരിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബിസ്മിയുടെ മഹത്വം മാത്രം ഞാൻ എഴുതുകയാണെങ്കിൽ 70ഓളം ഒട്ടകത്തിന് അതിനെ ചുമക്കാനുണ്ടത്രേ. വിശുദ്ധ ഖുർആൻ്റെ ബിസ്മിക്ക് തന്നെ അത്രത്തോളം പവറുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എത്രത്തോളം വിശുദ്ധ ഖുർആൻ്റെ മൊത്തത്തിൽ എഴുതിയാലുള്ള പവറുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വളർത്തുജീവി നഷ്ടപ്പെട്ടപ്പോൾ ഇത് ഞാൻ ഖുർആനിൽ നിന്ന് തരയുമെന്ന് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നാം ഈ മാസത്തിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഒരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകേണ്ട മാസമാണ്. ഒറ്റയുള്ള രാത്രികളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവ് എപ്പോഴാണെന്ന് കൃത്യമായി നമ്മോട് ബോധ്യപ്പെടുത്താത്തതുകൊണ്ട് ഏതു രാവും നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് താൻ ചെയ്ത പാപത്തെ കരഞ്ഞ് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ ഉണ്ടാക്കി കരഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരൊക്കെ ഈ മാസത്തെ അധികം അവർ ചെലവഴിക്കുകയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അവർ ചെലവഴിക്കുകയും ഈ മാസത്തിൽ ലഭിച്ച ഓഫറുകളെ അവർ കഴിവിൻ്റെ പരമാവധി അവർ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ്. നമുക്കും അതിനു സാധിക്കണം. നമുക്കറിയാം, ഹസനുൽ ബസ്രി തങ്ങൾ ഒരു കുടിലിൻ്റെ മുകളിൽ നിന്ന് കരഞ്ഞപ്പോൾ അടിയിലുള്ള ഒരു കുടയിൽ വെള്ളം നിറഞ്ഞപ്പോൾ അതിലുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, വെള്ളം കൊണ്ട് ഒളു എടുക്കാൻ പറ്റുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം വെള്ളമുണ്ടായിരുന്നെന്നാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴിച്ചപ്പോൾ അവിടെ ഒരു കുട തന്നെ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മഹാനവരുകൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഭൂമിയിലേക്ക് ഒലിച്ചപ്പോൾ അവിടെ ഒരു ചെടി മുളച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇത്രക്കും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമുക്ക് അടുത്തപ്പോൾ നാം ഈ മാസത്തിൻ്റെ വില തിരിച്ചറിയാതെ നാം ജീവിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ ധാരാളം നാം തൗബ ചെയ്യേണ്ട മാസമാണ്. ഈ മാസത്തിൽ നാം ഒരിക്കലും ഈ മാസത്തിൻ്റെ വില കളഞ്ഞ് നാം പോകരുത്. തൗബ ധാരാളം ചെയ്യാൻ നാം ശ്രമിക്കണം. നമ്മുടെ ചെയ്ത പാപങ്ങൾ, നാം പറഞ്ഞ കളവുകൾ, നാം ചെയ്ത ഗീബത്തുകൾ, നമീമത്തുകൾ തുടങ്ങി നാം മറ്റുള്ളവരെ അസൂയപ്പെടുത്തിയതും തുടങ്ങി അവരോട് ചീത്ത പറഞ്ഞതും കുറ്റം പറഞ്ഞതും മറ്റുള്ളവരുടെ ഇറച്ചി തിന്നതും ഒക്കെ നമുക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. കുടുംബബന്ധം അകന്നവർ കുടുംബബന്ധം ചേർക്കാനും ശ്രമിക്കണം. കുടുംബബന്ധം അകന്നു നിൽക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം അവരെ പരിഹസിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നാം ചെയ്ത പാപങ്ങളെ പൊറുപ്പിക്കലിനെ അള്ളാഹുവിനോട് ചോദിക്കുകയും നാം നല്ല സംശുദ്ധമായ നല്ലൊരു സുന്ദരമായ ജീവിതത്തിലേക്ക് ഒരു കുട്ടി എങ്ങനെയാണോ ജന്മനാൾ വരുന്നത് അതേപോലെ നല്ല ശുദ്ധമായ ഖൽബ് നാം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉന്നതയിലേക്ക് വിരാജിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ
ഹൃദയത്തിൽ ഒരു മാംസപ്പിണ്ഡമുണ്ട്. ആ മാംസപ്പിണ്ഡം മോശമായാൽ ശരീരമാസകലം മോശമായി. അദ്ദേഹത്തിൻ്റെ ആ മാംസപ്പിണ്ഡമടക്കം നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. അതാണ് കൽബ്. കൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നന്നാകും. വിശുദ്ധ ഖുർആൻ അതബോട് നല്ല നിലക്ക് കൃത്യമായി പാരായണം ചെയ്യാൻ, ഖത്മുകൾ ധാരാളം തീർക്കാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാൻ മാസം കൊണ്ട് വിജയിച്ചവർ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. സുവലോക സ്വർഗത്തിൽ ആസ്വദിക്കാനും ഉല്ലസിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.